ചങ്കുകളെ നമസ്കാരം. പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഇന്ന് വളരെയധികം വിഷമം അനുഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. നിങ്ങളുമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടോ സഹോദരന്മാരും എല്ലാവരും ഒന്ന് കേട്ടിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ കാണുന്ന ഈ ഓട്ടോയിൽ ചെറിയൊരു ഇലക്ട്രിക് വെൽഡിങ്, അതായത് ഒരു ബോൾട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന പണി എന്താണെന്ന് കാണിച്ചത്. അതായത് ഇവിടെ ഒരു വർഷാപ്പിൽ വന്നപ്പോ നമുക്ക് കണ്ട ഈ കാണുന്ന ഈ ബാറ്ററിയുടെ ഈ ക്ലാമ്പ്, അപ്പൊ ഇതിറങ്ങുന്ന ഈ ഭാഗം ഇത് അവർ ഇളക്കി പൊട്ടിപ്പോയി. അപ്പൊ ഈ അടിയിലിരിക്കുന്ന ഈ ഒരു ബോൾട്ട് ഇത് കട്ട് ചെയ്ത് കളയുക, വേറൊരു ബോൾട്ട് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ടൈറ്റ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പൊ ഇതിനാണ് എന്ത് ചെയ്യാ അവർക്ക് താല്പര്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ആദ്യം പോയത് നമ്മുടെ പൊന്നാറപ്പാലം എത്തുന്നതിന് മുമ്പേ ഒരു അപ്പോസ്റ്ററികളുണ്ട്. അപ്പൊ അതുമായി ചേർന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് വെൽഡ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് പോയി. അപ്പൊ അവിടെ പോയപ്പോൾ അവർക്കെന്തോ ഓട്ടോക്കാരെ കുറ്റം പോലെയാണ്, അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എന്ന രീതിയിൽ അവർ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ വല്യപ്പള്ളിയുടെ സൈഡിൽ കൂടി അകലോട്ട് പോകുന്നത് വഴി. അപ്പൊ അവിടെ ഒരു ഇതേപോലെ ഇലക്ട്രിക് വെൽഡിങ് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ നിൽക്കുന്നു. പക്ഷെ എന്താ, നമ്മുടെ ഈ വണ്ടി ഈ ഒരു ചെറിയൊരു കേസ് ഒരു സെക്കൻഡ് പോലും വേണ്ട, ഇത് ചെയ്തു തരാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അത്രേ ഉള്ളൂ. കാരണം ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ വീട്ടിൽ ഒരു അത്യാവശ്യം വന്നാൽ ആദ്യം ഇവരൊക്കെ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഓട്ടോ ആയിരിക്കും. അപ്പം ഓട്ടോക്കാർ പ്രത്യേകം, ഓട്ടോ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ വണ്ടിയുമായി പോകരുത്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്റെ അറിവിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുക്കോടത്തിന്റെ അതിന്റെ അടുത്ത് രോഹിണി എഞ്ചിനീയറിംഗ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ വളരെ നല്ല സാഹിത്യമാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. കാരണം അവർക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല ഇവരെ പോലെ.